നമ്മൾ പിന്നെ യാത്ര ആരംഭിച്ചു, പോയിക്കൊണ്ടിരിക്കുക. മുകളെല്ലാം കല്ലാട്ടോ, അത് പറയാൻ പറ്റത്തില്ല, എപ്പോൾ അടന്നു വിടുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ പിന്നെ ചായക്കടയാണ്, ഇതൊരു വണ്ടിക്കകത്ത് തന്നെ കൊണ്ടുവന്നവർ വിൽക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു ചെറിയ രീതിയിൽ ഒരു മൈന്യൂട്ടായിട്ടൊരു ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതല്ല ഇവിടെ ഇങ്ങനെ നമുക്ക് കൂടുതലൊന്നും തോന്നത്തില്ല. നമുക്കിവിടെ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്താ കല്ല് വീണ് നടക്കുന്നത്, ഇത് മുകളിൽ നിന്ന് വന്ന കല്ലാട്ടോ. ഇങ്ങനെയാണ് കല്ല് വീടുന്ന മണ്ടേന്ന്. വണ്ടിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വന്ന് വീണിട്ടുണ്ടേ വീണു എന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല. ഇതാണ് മുകളോട്ടുള്ള മല. അപ്പോൾ ഏകദേശം ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലായി. ഇത് ചെറുത് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ കണ്ടോ. ഈ കല്ലുകളെല്ലാം എപ്പം വേണമല്ലോ അടന്ന് വീഴാം, അടിയോടെയും പോരാം, അല്ലെങ്കിൽ ഓരോന്നായിട്ടും അടന്ന് വീഴാം. അപ്പം നമുക്ക് കിട്ടുന്ന സമയം കൊണ്ട് മാക്സിമം ഇതൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് പോവുക എന്നേ ഉള്ളൂ. മഞ്ഞുമല കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ സൂം ചെയ്യണം. ഓക്കെ, കുറച്ച് സൂം ചെയ്യാം. ആ കല്ലൊക്കെ വന്ന് വണ്ടി കടിച്ചിട്ടുണ്ട്, പിന്നെ പോയി കേട്ടോ. നമ്മളും വണ്ടി എല്ലാം കൂടി നേരെ താഴോട്ട് പോകും. പക്ഷെ ഇതൊക്കെയാണ് എൻ്റെ ഒരു രസം. കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും. എന്നുവെച്ചാൽ തണുപ്പിൻ്റെ ആണത്. നമ്മൾ ഇത്രയും മുകളിലോട്ട് കയറിയതല്ലേ, എത്രയോ 1000 അടി മുകളിലാണ് നമ്മളുള്ളത്. സോ അതിൻ്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ഉണ്ട്. സംസാരിക്കാൻ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. അപ്പം അതൊന്നും നമുക്ക് പ്രശ്നമല്ല, നമ്മളെന്തായാലും പോവും. അപ്പോൾ നമുക്ക് കാർഗിലിൽ നിന്ന് എന്തായാലും എനിക്ക് തോന്നുന്നത് ഇവനും ചെറിയൊരു ശ്വാസമുട്ടലിൻ്റെ കുഴപ്പം നേരത്തോട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ കാർഗിലിൽ നിന്നൊരു ഓക്സിജൻ സിലിണ്ടർ മേടിച്ചിട്ട് കയ്യിൽ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ, ഇതെല്ലാം ഭയങ്കര ഡേഞ്ചറസ് പാറകളാണ് കേട്ടോ. അടി കൂടെ പോകുന്നതിന് പേടിയാവുന്നുണ്ട്. മുകളിൽ നിന്ന് എപ്പം വേണമെങ്കിലും എന്നെ വേണമെങ്കിലും നടന്നു വീഴാം. പക്ഷേ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, നല്ല രീതിയിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റട്ടെ. എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ ഒരു 0 ഡിഗ്രി ഒക്കെ ആയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ് പറഞ്ഞാൽ കൈ കോച്ചി പിടിക്കുന്ന തണുപ്പ്. അതുകൊണ്ടോ പാറകളാണ് മണ്ടേ കൂടെ. ഇത് സൂം ഔട്ട് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ തോന്നും. ഈ ഐസ് ഉരുകിയിട്ടുള്ള വെള്ളമാണ് ഇത് വഴിക്കൂടെ മുഴുവൻ കിടക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മസിലുകൾ കോച്ചി പിടിക്കാനും പിന്നെ ശ്വാസം നമുക്ക് സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ശ്വാസം മതിയാവത്തില്ല കേട്ടോ. ശ്വാസം നമുക്ക് ഭയങ്കര തടസ്സമായിട്ട് തോന്നും. അവിടെല്ലാം കുറേ ആൾക്കാരുണ്ട്. മഞ്ഞുമല നമ്മുടെ നാട്ടിൽ ചൂടിൽ പൊള്ളുന്ന ചൂടിൽ ചുട്ടു പഴുത്തോണ്ടിരിക്കുമ്പോൾ നമ്മളിതാ മഞ്ഞുമലയിൽ തണുത്ത് വിറച്ചിരിക്കുക. ചളി ഞാൻ പാത്തേനൊന്നുമില്ല താ. സോ എനിക്ക് ഉന്തു ദമ്മ് ഒന്നേ ഒയ്ത്തൊന്നുണ്ട് ഉണ്ടോ. ഈ പാറകളൊക്കെയാണ് നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഇനി ഞാൻ സംസാരം കുറച്ച് കുറയ്ക്കണം. ഞാൻ പറഞ്ഞതിനെ ആയിരിക്കും തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ അത് വേണമെന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ല. ഇത് നമുക്ക് നേരിട്ടിങ്ങനെ കാണുന്ന, ഞാൻ ക്യാമറ ശ്രദ്ധിക്കലില്ല, ഞാൻ ക്യാമറ ഇങ്ങനെ ചുമ്മാ പിടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇത് കാണാൻ നേരത്ത് എന്നാ പറയണ്ടേ എന്നാ ചെയ്യേണ്ടതെന്നൊന്നും ഒരു എത്തും പിടിയൊന്നും കിട്ടുന്നില്ല. അതാണ് അതിൻ്റെ സത്യം. അമിത്തെടുത്ത് 10 എല്ലാം മുകളിൽ നിന്ന് ഐസ് വന്നേക്കുന്ന കേട്ടോ താവട്ട്. ഉണ്ടോ ഒരു ക്ലൈമറ്റ്, ഒരു നമുക്ക് ഫോഗി ആയിട്ടുള്ള ഒരു ഇത് മഞ്ഞ് ഇവിടെ തൊട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇനി തണുപ്പ് എനിക്ക് തോന്നുന്നു 0 കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഫീൽ ആവുന്നുണ്ട്. കഴിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ കൈയെല്ലാം കൈയുടെ വിരലെല്ലാം നമുക്ക് വിരലിൻ്റെ മൂവ്മെൻ്റ് ആവുന്നില്ല.
ഐസ് നോക്കിയേ. ക്യാമറയിൽ അത്ര നമുക്ക് മനസ്സിലാവില്ല കേട്ടോ, പക്ഷേ നല്ല അടിപൊളിയാ. അതെ ആ താഴെ നോക്കി ഒന്നുമല്ല, ഇതൊന്നും ഇപ്പം നമുക്കിങ്ങനെ ഐസ് കാണാൻ തുടങ്ങിയതുകൊണ്ടുള്ള എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. മുകളിലോട്ട് പോയി കഴിയുമ്പോൾ മുഴുവൻ ഐസായിരിക്കും. നമുക്ക് ഇത്തൊന്ന് തൂറ ഷാർട്ട് മലത്തിന് വന്നിട്ട് നമുക്ക് ഈ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. മിത്ത് പോതാണാക ഫുൾ ഐസേ. വർഷം 5-10 ജിൻ്റെ ആത്തി റോഡ് തോന്നു. ഞാൻ അവിടെ കുറച്ച് ശ്രദ്ധിച്ച് ഓടിക്കാൻ പറയുമായിരുന്നു. ഫുള്ള് ചെളിയാണ്, ഈ ഐസ് മെൽറ്റായതിൻ്റെ ചെളിയാണ് ഉള്ളത്. എന്താ ഹൈറ്റ് കേബിൾ പാടാൻ നോക്കുന്നു, മിത്ര കേബിൾ പാടാൻ നോക്കുന്നു. ജിയോ ഓടഫോൺ പൂറ കേബിൾ പാടുന്ന തുള്ള ആത്ത് ടോപ്പിടും. ഏറ്റവും വലിയ രസം എന്താണെന്ന് പറയുമോ, അങ്ങ് മണ്ടേ കൂടെ ജിയോയുടെ വോഡഫോണിൻ്റെയും കേബിൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആ പൈപ്പ് ഉണ്ടല്ലോ. ഇപ്പോൾ വോഡഫോണിൻ്റെ ആണെങ്കിൽ നമുക്ക് ഒരു വോഡഫോണിൻ്റെ കളർ അറിയാമല്ലോ, ഒരു പിങ്കിഷ്, ഒരു റെഡും അല്ല, ഒരു പിങ്കിഷ് കളറാണ്. അതിന് കേബിളുണ്ട്. ഐഡിയയുടെ ഉണ്ട് മഞ്ഞ. ഓ അതാ അവന് വണ്ടി ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാളുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പാളിയിട്ടുണ്ടെങ്കിൽ ഇനി മണ്ടയിലോട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പം എവിടെയൊക്കെ പോയി വീഴാനുള്ള ചാൻസസ് ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം, വീഴാനുള്ള ചാൻസസ് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഒന്നും ആയിട്ടില്ല. കാർഗിൽ പോലും നമ്മൾ എത്തിയിട്ടില്ല. ഇനി ഇതിനെന്നാ പറയണ്ടേ? ഓ ഇതേത് ലോകം ഒന്ന് വാലോക്കാ ശരിക്കും. അപ്പോൾ ഒന്ന് ആലോചിക്കുന്നത് അന്നു ഇവിടെ ടൈസ് പോറത് ഓട്ടയത്തിലൊക്കെ തോച്ചു നമുക്ക്. ആ ഒരു മല കണ്ടാ, അതിൽ ക്യാമറ കാണുന്നുണ്ടോ, എന്താ കണ്ടോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ക്യാമറയിൽ. ആ ഒരു മലയിൽ ഇടയ്ക്കിടയ്ക്ക് ഐസ് വീണിട്ടുണ്ട്. ഈ ഐസ് നമുക്ക് ഇവിടുന്ന് ദൂരെ നോക്കാൻ നേരത്ത് ആ മലയ്ക്ക് ഓരോ തുളയുള്ളതാണോ തോന്നുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ പട്ടാളക്കാരൊക്കെ ഈ മഞ്ഞിൻ്റെ അകത്ത് കടന്ന് ഈ സർക്കസ് കളിക്കണേ നമുക്ക് വേണ്ടി. അപ്പോൾ ഈ ഞാൻ പറയുന്ന ഈ വീട്ടിലുള്ള ഈ ദൈവത്തിൻ്റെയും ഈ ഇതെല്ലാം കൂടി മാറ്റിയിട്ട് നമുക്ക് ഈ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലേ പ്രാർത്ഥിക്കണ്ടേ, അല്ലേ? അവരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മളത്രയും സുഖമായിട്ട് അവിടെ കഴിയുന്നത്. നോക്കിക്കേ, അടിപൊളി. ക്യാമറ ലെൻസിൽ വെള്ളമൊക്കെ വന്നിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ സ്വർഗമാണ് മക്കളെ, സ്വർഗം. ഐസ് നോക്ക്. ഓ താഴെ പുഴയായിരുന്നു. അത് പൂറ കട്ടിയാത്തിൻ്റെയാ സുധപൂറ. അവിടെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് ഇതിൽ ക്യാമറ കാണൂല, കാരണം അത്രയും സൂമിങ് കപ്പാസിറ്റി എൻ്റെ ക്യാമറയ്ക്കില്ല. ബുക്കാ അവേ തൂയാൻ അവിടെ ഐസിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഫാൾസിലൊക്കെ വെള്ളം വീഴുന്ന നമുക്ക് ബുക്കഞ്ചിനോ അപ്പോൾ കൈവണ്ട അതിൻ്റെ അത്രയൊക്കെ കൈയിട്ടാൽ നല്ല സുഖമായിരിക്കും. ബാക്ടീരിയ ഒരു സൈത്ത് അവൻ ചോദിക്കുക അതിനകത്ത് ബാക്ടീരിയ ഉണ്ടായിരിക്കും. എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കൊന്നും അതല്ല ചത്ത് എപ്പോഴും അതിനകത്തൊന്നും കാണൂല. ഇനി ബാക്ടീരിയ ഒക്കെ അവിടെ വന്നപ്പോൾ ചത്ത് പറഞ്ഞിട്ടുണ്ടോ? കുറച്ച് വെയിലുള്ളപ്പോൾ കേട്ടോ ബാക്ടീരിയ വന്നിട്ടേ അത് കഴിഞ്ഞ് മഞ്ഞായി തുടങ്ങിയിട്ട് ഇത് ഐസ് കട്ടയാൻ തുടങ്ങിയപ്പോൾ എടാ നമ്മൾ ചത്തുന്നു. എന്താ കഥ. ഒന്ന് സെൽഫി തപ്പുകാനാ, ഒന്ന് സെൽഫി എത്തുന്നത് സീത പോയാ. അടിപൊളി. തീർത്ത് പോപ്പണ അവളത്തുല്ല.
നോക്കിക്ക് ആൾക്കാർ നിറങ്ങി പോകുന്നുണ്ടാ. അവിടെ എല്ലാം ആൾക്കാരുണ്ട് കേട്ടോ. സ്നോ വീഴാൻ തുടങ്ങി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മഴയായിരിക്കും തോന്നുന്നു. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിനക്ക് എന്നാ പറയണ്ടല്ലേ. 2 വീഡിയോക്കകത്തെങ്കിലും നമ്മളിരിക്കട്ടെ. ഇതിന് ലെൻസേ മുഴുവൻ വെള്ളം വന്നിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്. അങ്ങനെ മഞ്ഞ് വീഴുന്നുണ്ട്, സ്നോ വീഴുന്നുണ്ട്. നമ്മൾ വണ്ടിയുടെ റോഡ് സൈഡിൽ തന്നെ നിർത്തിക്കണം. നമ്മളിനി കൂടുതൽ നിൽക്കുന്നില്ല കേട്ടോ. നമുക്ക് മഴ വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി കൂടുതൽ നിൽക്കുന്നില്ല. ഇനി ക്യാപ്പൊക്കെ ഇട്ടിട്ട് മെല്ലെ പോയേക്കോ. അവിടെ എല്ലാം ആൾക്കാരുണ്ട് താഴെ. താഴേക്ക് ആൾക്കാരുണ്ട്. നോക്കിക്കേ, വ്യൂ നോക്കിക്കേ. എല്ലാം വെളുപ്പ് 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 വെളുപ്പ്. ഇത്രയല്ല വെളുപ്പല്ല, ഇടയ്ക്കിടയ്ക്ക് കറുപ്പെങ്കിലും ഉണ്ടല്ലോ. മുകളിലോട്ട് എന്ന് ചെയ്യുമ്പോൾ മുഴുവൻ വെളുപ്പായിരിക്കും. അപ്പോൾ ഇനിയിപ്പം കുറച്ച് നടക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ പാടണമെങ്കിൽ ഇതെത്തണം. തെളിക്കനെ പറയാതില്ലേ. മൗനോ പണ്ടൊക്കെ ചെറുതായിട്ടൊന്നും കൊടുത്തിട്ടാ. പോവാം. ഇനി നിന്നിട്ടുണ്ട് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പാൻറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. തണുത്ത് വരച്ച് നമ്മളും ഇതേ കണക്കായിട്ട് ഐസായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഏതായാലും മുമ്പോട്ട് പോവാം. നമ്മളെ ബൈക്കിലോ തിരുത്തി വണ്ടി കയറി നമ്മൾ യാത്ര തുടങ്ങാൻ പോട്ടാ. ഇല്ല ശരിയാവത്തില്ല. എന്തോ കുറച്ച് സ്നോ വീഴാൻ തുടങ്ങിയതുകൊണ്ട് നമുക്കെന്തോ ചെറിയൊരു ഡൗട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അത് സ്നോ വീണിട്ടുണ്ടെങ്കിലും പോകാൻ പറ്റത്തില്ല. മീൻസ് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ല് മുകളിൽ നിന്ന് എറിയുന്ന കണക്കാ. കാറ് വന്ന പക്ഷെ റിട്ടേൺ പോയി. ഇപ്പം മൂക്കിക്കൂടെയൊക്കെ ചെറുതായിട്ട് വെള്ളം ഒലിക്കാൻ തുടങ്ങി കേട്ടോ. നമ്മളറിയില്ല, നമ്മളവർക്ക് കുഴപ്പമൊന്നുമില്ല. കറക്കുന്നുണ്ട്. നമ്മളവർക്കും കുഴപ്പമൊന്നുമില്ലാന്ന്. പക്ഷെ മിത്ത് ನೆಟ್ಟಿಪಾನ್ ನಾವು ಲಡಾಖ್ಗೆ ಹೋಗೋ ಒಂದು ಜಾಗ ಉಂಟದು ಪಿರ ಟ್ರಕ್ಕಿಂಗ್ ಲೆಕ್ಕ ಪೋಡು ಸ್ಲೈಡಿಂಗ್ ಒಂದು ಪುರಂಡು. ಹಾಂ ವಾಣ ಕೊಂಚ 600 ಪಕ್ಕಡೆ ಪಾಡನು ಅಕ್ಲೆ ಕೊಂಚ ಖುಷಿ ಆಡತ್ತ. മുകളിൽ നിന്ന് കല്ലടിക്കാൻ തുടങ്ങിയിട്ടാ. മഞ്ഞ് വീഴുന്നുണ്ട്. മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ? മഞ്ഞ് വീഴുന്നുണ്ടേ. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ പോകുന്ന കാണുമ്പോൾ പേടി കേട്ടോ. നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് പേടി വരത്തില്ല. ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. മെല്ലെ 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 തുയ്യെ റോഡ് തോന്നും. നമ്മുടെ വണ്ടിയാണെങ്കിൽ നമ്മ കാട്ടിയാണ്ട് തോന്നലിച്ചാണ്ട് ഓല സാഹിത്യം. നമ്മുടെ വണ്ടിയാണ് നമ്മളൊന്നും നോക്കത്തില്ലായിരുന്നു.
അത് ഇത് കഴിഞ്ഞിട്ട് പണ്ടാരം എവിടെയെങ്കിലും ഗുജിരിക്ക് കൊണ്ട് വിറ്റാലും കുഴപ്പമില്ല. പക്ഷെ ഇത് രണ്ടിനടുത്ത വണ്ടി ആയതുകൊണ്ട് തിരിച്ചത് ഉണക്ക് തന്നെ കൊണ്ട് കൊടുക്കണമല്ലോ. അപ്പം ഇപ്പോൾ ഒരു പച്ച കളറാണ് ഇതിനെല്ലാം. റീൽസ് ഷൂട്ടിങ് ഇവിടെ കുറേ ആൾക്കാരൊക്കെ റീൽസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഡാൻസും പരിപാടിയൊക്കെയാണ് അവിടെ. സ്നോഫോൾ ആവുന്നുണ്ട്. യാബാ ക്യാമറയിലൊന്നും വിരൽ കൊണ്ട് തൊട്ടിട്ടൊന്നും അനങ്ങുന്നില്ല. ആ സ്നോയിലോട്ട് അങ്ങനെ വെയിലടിക്കുന്നുണ്ട് അത്രയൊരു വൈറ്റായിട്ട് കാണുന്നത്. അത് ക്യാമറ കാണുന്നുണ്ടോ എന്നറിയത്തില്ല. എനിക്ക് മൊബൈലിട്ട് കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. മൊബൈൽ എഡിറ്റ് ചെയ്യുന്നത് മൊബൈലിലല്ലേ, അന്നേരവും എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല. എന്താ ഓ പാസ് ചെയ്യാ സൈഡ് ಬಾರ್ಡ್ ಮೇಯ್ನ್ ಪಾಸ್ ಅವು. ಹಾಂ ತಿರ್ಗಲ್ಲ ಗಾಡಿ ದೇವ್ರ ಜಾಗ ಉಂಟದಕ್ಕ. ಗಾಡಿ ಐತೆ ಇದ್ರದಿಲ್ಲ. ഇത് സൊജില പാസ്സാണ്. ഇത് 0 പോയിൻറ്റ്, ഇതാണ് കറക്റ്റ് 0 പോയിൻറ്റ്. അപ്പം ആൾട്ടിറ്റ്യൂഡ് ഇട്ടേക്കുന്ന 11,800 ചില്ലറ എങ്ങാണ്ടാണ് ആൾട്ടിറ്റ്യൂഡ്. ഹൈ അത്രയും ആൾട്ടിറ്റ്യൂഡിലാണ് ഇപ്പം നിൽക്കുന്നത്. മഞ്ഞണ്ട നമ്മൾ ഓക്കെയാണ്, ഫുൾ സെറ്റാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ലഡാക്ക് കാർഗിൽ. ടേക്ക് മെമ്മറീസ് ലീവ് നോ വേസ്റ്റ് എന്നിട്ടിട്ടുണ്ട്. ആ ഇത് ക്യാമറ തിരിഞ്ഞിട്ടുള്ള ആകാശം മുഴുവൻ മഞ്ഞും കൊണ്ട് നിറഞ്ഞുകൊണ്ട് ഇപ്പം ഇത് ആകാശം ഏതാ നിലം ഏതാ മഞ്ഞ് വീണ് ഏതാ ഒന്നും തിരിയുന്നില്ല സത്യം പറയണെങ്കിൽ. സെൽഫി അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു സെൽഫി എടുക്കട്ടെ. ആവൂ തോച്ചാടു. ഇപ്പം ഏതാ അപ്പം നമ്മളിനി ഇവിടെ കുറേ നേരം നിൽക്കുന്നില്ല. ഓ പേടിച്ചു പോയല്ലോടാ. നമ്മളിനി ഇവിടെ കുറേ നേരം നിൽക്കുന്നത്, നമ്മളെല്ലാം പോവാട്ടാ. മഴ പെയ്താൽ പണിയാവും. ഇത് എഴുതിയതെല്ലാം മാഞ്ഞു, ഞാൻ ശരിക്കും നോക്കിയില്ല ഇത് ഏത് പാസ്സാണെന്നുള്ളത്. സൊജില പാസ്. അതാണ് പണ്ട് പോലീസകത്ത് പോയി गाड़ी एप्पू नमक कापड़ी ऐट पोरा पिछी पाड़ पाड़ दादा अंतने जक्ल पूरा पिताड़ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ദാദനം ആത്തുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് സംഭവം. ഇവിടെ എല്ലാവരും വണ്ടി എടുത്ത് ഓടുന്നുണ്ട് കേട്ടോ. സംഭവം എന്നാന്നൊന്നും മനസ്സിലാവുന്നില്ല. ആഹാ എല്ലാവരും വണ്ടി എടുത്തുകൊണ്ട് ഓടി. എനിക്കൊന്ന് വണ്ടി അവിടെ നിർത്തിയത് കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. എല്ലാവരും അടിച്ച് മിന്നിച്ച് വരുന്നുണ്ട്. എനിക്കൊന്നും അവിടുന്ന് പോകുന്ന വണ്ടി ക്ലോസ് ചെയ്യാനാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇവിടുന്ന് മഴ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇവിടുന്ന്. ഫോട്ടോ തെപ്പറ ഉന്തടാ ഉന്ത്
അവലെ കുള്ളതിപ്പ് കാർഗിലിന് 96 കിലോമീറ്റർ ഉണ്ട്. ലേ 300. എന്നാ മൊബൈൽ സ്വിച്ച് ഓഫ്. ലേ ഇനി 326 കിലോമീറ്റർ. യു ആർ അറ്റ് സൊജില പാസ്സാണ് ഇതിൻ്റെ പേര്. ആൾട്ടിറ്റ്യൂഡ് 11,649 ഫീറ്റ് മുകളിലാട്ടോ ഇപ്പം നമ്മളുള്ളത്. ഇതുണ്ടോ നോക്കി, വ്യൂ നോക്കി. എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ വിട്ടേക്കുമായിരുന്നു. നമ്മുടെ ചുറ്റിനും മഞ്ഞ് തന്നെയാണുള്ളത്. എവിടെ നോക്കിയാലും മഞ്ഞ. കയ്യിലോട്ട് ഗ്ലൗസും എല്ലാം കയറ്റി ഇട്ടേക്കാം, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തൂവാനാവാ, തൂത് പോ. ഷാർ ഞാനൊന്ന് വണ്ടി നോക്കി ഓടിക്കാൻ പറയാമായിരുന്നു. നല്ലോണം മഞ്ഞ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് റോഡ് ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് നല്ല രീതിയിൽ കൂടുതലാട്ടോ. അപ്പോൾ ഓക്കെ, ഞാനൊന്ന് ഗ്ലൗസ് എല്ലാം ഒന്ന് ഇടട്ടെ. വാ, കണ്ണിൻ്റെ അകത്തൂടെ എല്ലാം ഐസ് പോകും. അവനാണെങ്കിൽ ഫ്രണ്ടിൽ ഇതുപോലും ഇല്ല. ഞാൻ അത് കൊടുത്താലെന്ന്. അപ്പം ഞാൻ ഇതവന് കൊടുക്കുക. ഹെൽമെറ്റ് അവന് കൊടുക്കാൻ പോവാ. എനിക്ക് പിന്നെ കുഴപ്പമില്ല, അവന് മറവായിട്ടെങ്കിലും നിൽക്കാം. ಕಾರ್ತಿ ಈ ಹೆಲ್ಮೆಟ್ ಬಾಡನು ಇದನ್ನ ಕಣ್ಣಿಗೆ ಒಂದು ಬೂರುಂಡು ಎಂಕ ತೊಂದರೆ. ನೀನು ಅಡ್ಡ ಕುಂತನ ಆಡತ್ತ ಒಳಂಡ ಸೈಡ್ ಬಾಡ್ ಎಂಕೈತಾ ಎಂದು ತೆಪ್ಪೋಡು. ಅಬ್ಬೋ മറക്കട്ടുണ്ട് ജസ്റ്റ് ഒരു സൈഡ് പാട്. കൈയെല്ലാം മറിച്ചിട്ടോ, ഒരശില്ല മറിച്ചിട്ട്. അബ്ബാ മെൽട്ടായി പോകും തോന്നുന്നു എനിക്ക്. എപ്പോ ഗ്ലൗസ് കിട്ടാദ്യം.